നമ്മുടെ മുഖം കാണിക്കും, ബാക്കിയെല്ലാം ഈ ഫോറിനേഴ്സിന്റെ ഇവരെയൊക്കെ എന്തൊക്കെയോ വെട്ടിയെടുത്തിട്ടാണ് ഈ നൂൺ ഷോകൾ കാണിച്ചിരുന്നത്. അതുപോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കൂട്ടം ജനതയാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതൊന്നും നമ്മളല്ല, അത് കാണാനും ഈ കേൾക്കാനും ഇവിടെയുള്ള ആളുകൾക്ക് മനസ്സിലാവില്ലേ? ഇവിടെയുള്ള പെൺകുട്ടികൾ ഉടുക്കുന്ന ഡ്രസ്സുകൾ കണ്ടാൽ തന്നെ പണ്ടെങ്ങാണ്ട് നമ്മൾ അഭിനയിച്ച സിനിമയിലുള്ള കുറെ ഭാഗങ്ങളൊക്കെ വെട്ടിയെടുത്തിട്ട് ഇവരിതല്ലേ എന്ന് പറയുമ്പോൾ അതിനെന്ത് അർത്ഥമുള്ളത്? നമ്മൾ അഭിനയിക്കുകയാണ്. അന്ന് നമ്മുടെ കാലത്തില് 1987, 88 കാലത്തിലൊക്കെ അഭിനയിച്ച എല്ലാ നടീനടന്മാരും അഭിനയിക്കുന്ന പോലെ തന്നെയൊക്കെ നമ്മളും അഭിനയിച്ചിട്ടുള്ളൂ. 1000 കുടത്തിന്റെ വായ് മൂടിക്കെട്ടാം, 10 മനുഷ്യരെ പോയിട്ട് ഒരാളെ വാ മൂടിക്കെട്ടാൻ നമുക്ക് പറ്റൂ? സത്യം പറഞ്ഞാൽ ഞാൻ അമ്മ അസോസിയേഷനിൽ ലാസ്റ്റ് പോയത് തലയില് മുക്കാടൊക്കെ ഇട്ടിട്ടാണ്. എന്റെ കുലദൈവത്തെ ഞാൻ കുമ്പിട്ടാൽ, എന്റെ വസ്ത്രധാരണം മാറിയാൽ അതിന് പഴി ചേരപ്പെട്ടത് എന്റെ സിനിമ പോയി, എന്റെ മകന്റെ സീരിയൽ പോയി, സിനിമ പോയി, നമ്മളെ ഒന്ന് ഒതുക്കി. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നിങ്ങൾ ആത്മഹത്യ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു മക്കൾ ഉണ്ടെങ്കിൽ ആ മക്കൾ പിന്നീട് അറിയപ്പെടുക തൂങ്ങിച്ചത്തവന്റെ മകൾ, അല്ലെങ്കിൽ മരിച്ചവന്റെ മകൻ. ഓരോ ഇന്റർവ്യൂ കഴിയുമ്പോഴും എന്നെ ചിത്രവധം ചെയ്യുന്ന 100,000 ജനങ്ങളുടെ ഇടയിൽ പിറ്റേ ദിവസവും ചിരിച്ചുകൊണ്ട് വന്ന് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ടറിയോ? പറയേണ്ടവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് അവരെ ഒന്നും വായ മൂടിക്കെട്ടാൻ പറ്റില്ല. പെട്ടെന്ന് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടോ? എന്റെ ദേഷ്യം പെട്ടെന്ന് പൊട്ടിത്തെറിക്കും ഞാൻ. അത് ഞാനല്ല, ഞാൻ കുമ്പിടുന്ന എന്നിൽ വസിക്കുന്ന ആൾക്കാരാണ്. അതെങ്ങനെയാന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എല്ലാവരും പറയാം അവർക്ക് ഭ്രാന്ത ഇല്ലെങ്കിൽ വട്ടാന്നൊക്കെ. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. ഓക്സിജൻ, ദ സ്മാർട്ട് ഫോൺ എക്സ്പെർട്ട്. ഹായ്, ഹലോ, വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഇന്ന് എന്റെ കൂടെ നമ്മളുടെ എന്താ പറയുക, ഈ ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ചാറ്റിൽ ജോയിൻ ചെയ്യുന്നത് നല്ല സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ്. ലെറ്റ്സ് വെൽക്കം ഉഷ ചേച്ചി. ഉഷ ചേച്ചി, വെൽക്കം ടു ദി ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷങ്ങൾ. അപ്പൊ ചേച്ചിയുടെ ഡ്രസ് സെൻസ് പറയാതിരിക്കാൻ വയ്യ. കാലിൽ ഒരു ഭംഗിയുള്ള ഒരു ആങ്ക്ലെറ്റും കൂടെ ഉണ്ട്. അതിപ്പോ നമുക്കിങ്ങനെ ക്ലോസ് ഷോട്ട് ആയത് കാരണം കാണാൻ പറ്റത്തില്ല. അപ്പൊ ചേച്ചി എങ്ങനെ കോസ്റ്റ്യൂംസ് ഒക്കെ ചൂസ് ചെയ്യുന്നൊക്കെ ചേച്ചി തന്നെയാണോ? അതായത് ആദ്യം നമ്മള് കാലിന്റെ കാര്യമല്ലേ പറഞ്ഞത്, അവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ. എന്റെ കാലിൽ കിടക്കുന്ന ആ ഒരു നിങ്ങൾ പറഞ്ഞിരിക്കുന്ന അതൊരു ദൈവികമായിട്ടുള്ള ഒരു സാധനം. ഞാൻ ചെന്നൈയിൽ എന്റെ ജീവിതം തുടങ്ങുന്നത് 87-ലാണ്. അവിടെ കാപ്പ് എന്നതിന് പറയും. കാപ്പ് ഇവിടുത്തെ കാപ്പല്ല, ഇവിടുത്തെ കാപ്പ് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടുത്തെ കാപ്പ് മറ്റേ തള പോലെ. അത് തളയാണ് ശരിക്ക്, ഇത് കാപ്പാണ്. ഈ കാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പാദസരത്തിന്റെ കുറച്ച് മുകളിലായിട്ട് ആ കണങ്കാല അങ്ങനെ കിടക്കും. അതാണത്. ഇത് ഏകദേശം 40 വർഷത്തോളായിട്ട് ഇടുന്നത്. അതിന്റെ അടിയിലൊക്കെ കണ്ടത് എനിക്ക് ഇഷ്ടമുള്ളത് പോലെയൊക്കെ കെട്ടിവെക്കുന്നതാ. പിന്നെ ചോദിച്ചത് ഡ്രസ്സ്. ഏകദേശം ഒരു 10-18 വർഷമായിട്ട് റെഡിലോട്ട് മെല്ലെ മെല്ലെ മാറിയത്. അതിനെന്തെങ്കിലും കാരണമുണ്ടോ? ഉണ്ട്. തെയ്യത്തിന്റെ നാട്ടിൽ നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ. മുത്തപ്പൻ, തെയ്യം എല്ലാം. എന്റെ പൊന്നിയത്ത് തറവാട് കണ്ണൂര് പൊന്നിയത്തെ വീട്ടിലെ ഒരു ചേകവത്തി തന്നെയാണ് ഞാൻ. 10-20 വർഷമായിട്ട് എപ്പോഴും സ്വപ്നങ്ങളിലെ അമ്മയുടെ ആ ചുവന്ന വസ്ത്രം നമ്മളെങ്ങനെ ഒരു ലഹരി പോലെ കൊണ്ട് നടക്കും. അതൊരു ഇഷ്ടം. ആ ഒരു ഡ്രസ്സ് നമ്മളിലൂടെ ഇങ്ങനെ രാത്രി സ്വപ്നത്തിലായാലും അല്ലാത്തപ്പോഴും നമ്മളൊരു തെയ്യം, കുഞ്ഞിലെ മുതൽ ഞാൻ തെയ്യം കാണാൻ പോകുന്നത്. ചെണ്ടപ്പുറത്ത് കോലിട്ടാൽ ആ ശബ്ദം കേട്ടാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി ഓടും. അത് കണ്ണൂർ കനകത്തൂർ കാവിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ പോയിട്ടുള്ളത്. അതിൻ്റെ അടുത്താണ് ഞങ്ങളുടെ വീടും. പിന്നെ ഉള്ളത് എൻ്റെ ചാലിൽ കാവ്, കണ്ണൂർ പയ്യാമ്പലത്ത്. അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലഹരിയാണ് തെയ്യം. ശരിക്കും അത് ക്ഷേത്രത്തിലെ ഭഗവതി വർഷത്തിലൊരിക്കൽ നമ്മളെ കാണാൻ ജീവനഷ്ട ഇതില് ആഭരണങ്ങൾ അണിഞ്ഞു വരുന്നതാണ്. അത് നമ്മുടെ കുഞ്ഞു മനസ്സിനെ വല്ലാതെ അങ്ങ് ഒലച്ച ഒരു സംഭവം. ഇത് പിന്നീട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കേറി അങ്ങനെ ആകാൻ ഒരിക്കലും പറ്റില്ല എങ്കിൽ പോലും നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കും. നമ്മളെല്ലാവരും ചിന്തിക്കുന്ന കൃഷ്ണനായി തീരണമേന്നാണ്. കൃഷ്ണനാട്ടം കാണണോ? അപ്പൊ അമ്മ പറയണ്ട, ആട്ടം കണ്ടാൽ പോരാ, നീ കൃഷ്ണനായി തീരണം. അതുപോലെ തന്നെയാണ് ഓരോരുത്തർക്കും അവർ കുമ്പിടുന്ന ദൈവത്തിന്റെ ഒരു പ്രതിച്ഛായ വരണം എന്ന് ചിന്തിക്കുന്നവരാ. ആ ചിന്തയെന്ന് അങ്ങനെ എന്റെ ഡ്രസ്സില് എന്റെ ഇതിലൊക്കെ സ്പിരിച്വലായിട്ട് മെല്ലെ മെല്ലെ കേറി വന്ന് ഇപ്പൊ ആ ഒരു എന്റെ കുലദൈവം ഭഗവതിയാണ്. ആ ഭഗവതിയുടെ ആ ഒരു റെഡ് കളറ്
പിന്നീട് ഒരു പ്രിയപ്പെട്ട കളറായി മാറി. എവിടെ പോകുമ്പോഴും റെഡേ ഇടുള്ളൂ. ഇഷ്ടംപോലെ ഡ്രസ്സുകൾ പല കളറിലുണ്ട്, എന്നാലും ആദ്യം എടുക്കുന്നത് റെഡായിരിക്കും. ഓ ഓക്കെ, അതാണ് അതിന്റെ. ഓക്കെ. ചേച്ചി ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ. അപ്പൊ ഈ ആത്മ എന്ന് പറഞ്ഞൊരു സംഘടന, അതായത് അമ്മ അസോസിയേഷൻ ഉണ്ട് ഓൾറെഡി. അപ്പം ആത്മ എന്ന് പറഞ്ഞൊരു സംഘടന തുടങ്ങിയതിന്റെ പിന്നിലുള്ള ആ ഒരു നിങ്ങളുടെ ഒരു മോട്ടീവ് എന്തായിരുന്നു? അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘടന തുടങ്ങാമെന്ന് നിങ്ങൾ തീരുമാനിച്ചത് എന്തുകൊണ്ടായിരുന്നു? കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, അന്നത്തെ കാലത്ത് ആർട്ടിസ്റ്റുകൾ രാത്രി 12 മണിയായാലും വർക്ക് ചെയ്യണം. എന്നാൽ ബാക്കിയുള്ള എല്ലാ ടെക്നീഷ്യൻസിനും ബാറ്റ അനുസരിച്ച് 1 ബാറ്റ 2 ബാറ്റ 3ാമത്തെ ബാറ്റയിലൊക്കെ കിടക്കും. എന്നാൽ ആർട്ടിസ്റ്റുകൾ രാവിലെ 6 മണിക്ക് വന്നാൽ അവർ രാത്രി 12 മണിയായാലും ഒരൊറ്റ ഇതേ ഉള്ളൂ. പിന്നെ അവർക്ക് അസൗകര്യങ്ങൾ, കാരണം ഒരു മാസമായിട്ട് ഇത് വരുന്ന ഒരു കുട്ടികൾക്കൊക്കെ ആണെന്ന് വെച്ചാൽ ഈ 6 മണി മുതൽ രാത്രി 12 മണി വരെയൊക്കെ ആകുമ്പോൾ, ശരി നമ്മൾ ഉള്ള വീടുകളിൽ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അക്ഷരാർത്ഥത്തിൽ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പല പല കാര്യങ്ങൾ വന്നപ്പോ ഒരു സംഘടന, ടിവിക്ക് വേണ്ടി ഒരു സംഘടന, ചെറിയ ഫ്രെയിമിന് വേണ്ടി എന്ന് വെച്ചാണ് ഗണേഷ് കുമാറും മറ്റാൾക്കാരും അതിനു വേണ്ടി മുൻകൈ എടുക്കുന്നത്. ഇത്രയും ആർട്ടിസ്റ്റുകളുള്ള ഒരു സംഘടന വേറെ ഇല്ല. പല പല സംഘടനകൾ, എത്രയോ സംഘടനകളുണ്ട് ഇവിടെ, എല്ലാ ഇതിലും എല്ലാ മേഖലയിലുള്ള. പക്ഷെ എന്നാൽ പോലും ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി ഇത്രയ്ക്ക് കെട്ടുറപ്പുള്ള ഒരു സംഘടന, അംഗങ്ങളുടെ വളരെ വലിയൊരു 500 അതിൽ മേലെയുണ്ട് ആൾക്കാർ. അത്രയൊന്നും എനിക്ക് കറക്റ്റ് പറയാനില്ല. പക്ഷെ അത്രയ്ക്ക് അധികം ആളുകളുള്ള, ആർട്ടിസ്റ്റുകളുള്ള ഒരു സംഘടനയായിട്ട് ഇത് വളർന്നു വന്നു. അപ്പം ആ സംഘടനയിലുള്ളവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും, നമ്മൾ ആളെ മാത്രം കൂട്ടി വെച്ചാൽ പോരല്ലോ, അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ചിന്തകളിൽ നിന്ന് ഉടലെടുത്തതാണ് ഇങ്ങനെയുള്ള കുടുംബ സംഗമങ്ങളും ഇതുപോലത്തെ പ്രോഗ്രാമുകളും ഷോകളും ഒക്കെ നടത്തി കിട്ടുന്ന ആ ഒരു പൈസ സമാഹരിച്ച് പാവപ്പെട്ടവരിൽ പാവപ്പെട്ട, ഇപ്പൊ തന്നെ 15 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ 2.5 ലക്ഷം രൂപ ഞാനൊരു പേഴ്സണൽ ഇൻഷുറൻസ് തന്നെയാണ്. ഇനിയിപ്പോ എനിക്ക് പേഴ്സണൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ 2.5 ലക്ഷം രൂപ ഞാൻ ചെലവ് ചെയ്താൽ മതി. ബാക്കി വരുന്ന 15 ലക്ഷോളം രൂപ ആത്മാ അസോസിയേഷന്റെ ഇൻഷുറൻസ് നമുക്ക് തരും. പറഞ്ഞു മനസ്സിലായോ? അതൊരു വലിയൊരു ഇതാണ്. കാരണം ചിലപ്പോൾ നമ്മൾ ഈ 2.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ചെറിയൊരു എമൗണ്ടിൽ നമുക്കത് ഇൻഷുറൻസ്, പക്ഷെ അത്രയ്ക്ക് വലുതെടുക്കുമ്പോൾ നമുക്ക് പലർക്കും അത് പറ്റാതെ വരും. അവിടെയാണ് ഈ ഒരു ഇൻഷുറൻസ് കൊണ്ട് സാധാരണക്കാർക്കുള്ള ഗുണം വരുന്നത്. ഓക്കെ ചേച്ചി, ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അതായത് കണ്ണൂര് തെയ്യം, കുട്ടിക്കാലത്ത് പോയ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മള് കുറച്ചൊന്ന് തിരിഞ്ഞു നോക്കുകയെന്നുണ്ടെങ്കിൽ, ചേച്ചി ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ വന്ന ഒരു ഓർമ്മ എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര മോസ്റ്റ് ഫേവറേറ്റ് ആയിരിക്കത്തില്ലേ? അതൊന്ന് ഷെയർ ചെയ്യാമോ? അയ്യോ, അങ്ങനെ ചോദിച്ചാൽ എന്റെ പൊന്നുമോളെ, അഭിനയിക്കാൻ ഒട്ടും അറിയാത്ത, അതായത് ഞാന് നാടകം ഒന്ന് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു 12 വയസ്സിൽ. ഡാൻസ് പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ തിരുവാതിര കളിച്ചിട്ട് ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ 13 വയസ്സിനുള്ളിലാണ്, അതിലപ്പുറം ഒന്നുമില്ല. പെട്ടെന്നൊരു കല്യാണമായിരുന്നു, അതിനുശേഷം 2 മക്കൾ. അദ്ദേഹം ആക്സിഡന്റിൽ മരിക്കുന്നു. അപ്പോഴും പറയാൻ പറ്റാത്തത്ര ചെറിയ പ്രായം, 18 വയസ്സ് പോലും തികഞ്ഞിട്ടില്ല. പിന്നെ ജീവിതം, പോരാട്ടം. അതിൽ ഞാൻ ചെന്നൈയിൽ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ, ബ്യൂട്ടി പാർലറിൽ തന്നെ പറയാം, അവിടെ വന്ന് എന്നെ ഒരു ഡയറക്ടർ വേറൊരു കുട്ടിയും കൊണ്ട് വന്നതാണ് അതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ. അപ്പം നമ്മളെ മെലിഞ്ഞു കൊലുന്നലിരിക്കുന്ന എന്നെ കണ്ടപ്പോൾ ക്ഷണിക്കുന്നു. അങ്ങനെ, അതായത് നമുക്ക് ക്യാമറ കണ്ടാൽ ഞാൻ വിറക്കും. എനിക്കറിയില്ല, ഞാൻ കൈയെടുത്ത് പറയണം എനിക്കറിയില്ല. പക്ഷെ അവർ പറയുന്നു, ആരും അറിഞ്ഞിട്ടല്ല ഇവിടെ വന്നത്. മാക്സിമം അന്ന് എന്ന് പറഞ്ഞാൽ മത്സരമില്ല. ആ കാലത്താണ് ഞാൻ വരുന്നത്. 87, 88 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മത്സരമില്ല. രൂപഭംഗിയുള്ള, കുറച്ച് പൊക്കമുള്ള, കണ്ണോ മൂക്കോ ഒക്കെ കുറച്ച് നന്നായിട്ട് വിടർന്നിരുന്നാൽ പിന്നെ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരും. ഇന്നത്തെ പോലെ നമ്മള് ഒരിതിൽ അത് പിന്നെ ഇതിൽ നെഗറ്റീവിലാണ് എടുക്കുന്നതെന്ന് ഓർക്കണം. ഇതൊന്ന് ഓടിക്കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആണ്. എന്നിട്ട് പോലും ക്ഷമയോടെ പല ആർട്ടിസ്റ്റുകളെയും ഇന്നത്തെ സൂപ്പർ സ്റ്റാറുകളാക്കാൻ അന്ന് അത്രയ്ക്ക് നല്ല സംവിധായകരും പ്രൊഡ്യൂസർമാരും ഉണ്ടായിരുന്നു.
ഇന്ന് അങ്ങനെയല്ല. ഇന്നൊരു പ്രൊഡ്യൂസർ വരുവാണെങ്കിലും ഡയറക്ടർ വരുവാണെങ്കിലും ഒരു നടനോ നടിയോ വന്നാൽ ആദ്യം അവരുടെ ഡിമാൻഡ് എത്ര ലക്ഷം തരുമെന്നാണ്. ആ പടങ്ങളൊന്നും എവിടെ എത്തിയിട്ടില്ല. യഥാർത്ഥമായിട്ടുള്ള ഒരു കലയുമായിട്ട് അങ്ങേ അറ്റം എഴഞ്ഞു പോയിരിക്കുന്ന ഒരു ഡയറക്ടർക്ക് മാത്രമേ, ഇല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിന് മാത്രമേ ഒരു കലാകാരനെ, ഒരു സൂപ്പർ സ്റ്റാറിനെ വാർത്തെടുക്കാൻ പറ്റുള്ളൂ. അതൊന്നും ഇവർക്കറിയില്ല. വെള്ളി വെളിച്ചത്തിൽ വരണം എന്നുള്ള മോഹത്തിൽ ലക്ഷങ്ങൾ പോയവർ, ആത്മഹത്യ ചെയ്തവർ, എൻ്റെ കൂടെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് പൈസ കൊടുത്ത് അഭിനയിച്ച്, ഞാൻ അടുത്ത കാലത്ത് അതിൻ്റെ ഡയറക്ടറെ ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു, ആ മോൻ എവിടെ? ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു. അതെനിക്കൊരു വലിയ ഷോക്കായിരുന്നു. അവന് ഭാര്യയുണ്ട്, ഒരു കൈക്കുഞ്ഞുണ്ടെന്ന് പറഞ്ഞു. സിനിമയ്ക്ക് വേണ്ടി എത്രയോ ലക്ഷങ്ങൾ കൊടുത്തിട്ടും ഒരു ഫ്രെയിമിൽ നിന്ന് അടുത്ത ഫ്രെയിമിലോട്ട് ആ ചിത്രം മാറിയിട്ടില്ല. അവിടെയാണ് അവന് നിരാശനായി പോയി ആത്മഹത്യ ചെയ്തത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ പലതും കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും നമുക്ക് തന്നെ ഒരു മരവിപ്പാണ്. ഞാൻ എന്നെ അടുത്തറിയുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും അവരുടെ മക്കളോടും എൻ്റെ മക്കളോടും പറയുന്ന ഒരു കാര്യമുണ്ട്, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നിങ്ങൾ ആത്മഹത്യ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു മക്കളുണ്ടെങ്കിൽ ആ മക്കൾ പിന്നീട് അറിയപ്പെടുക തൂങ്ങിച്ചത്തവൻ്റെ മകൾ, തൂങ്ങിച്ചത്ത അല്ലെങ്കിൽ മരിച്ചവൻ്റെ മകൻ. അങ്ങനെ ഒരു അഡ്രസ്സിലോട്ട് ആ മക്കളെ ഒരിക്കലും മാറ്റരുത്. എത്ര കഷ്ടപ്പെട്ടും എത്ര തരണം ചെയ്തും, കാരണം ഈ സമയവും കടന്നു പോകും. നമ്മൾ ആ ഒരു പ്രത്യേക സമയത്ത് നിൽക്കുമ്പോൾ ചിലപ്പം ലോകം മുഴുവനും നമ്മളെ കടിച്ച് കീറാൻ വളരെയധികം ചിത്രവധം ചെയ്യാൻ നിൽക്കുവാണെങ്കിലും ഭഗവാനോട് പറയേണ്ടത്, ഭഗവാനെ ഈ സമയം നീ എനിക്ക് കടന്നു പോകാൻ എനിക്ക് എൻ്റെ മനസ്സിനെ ഒന്ന് ബലപ്പെടുത്തി തന്നാൽ മതി. അടുത്ത നിമിഷം നമുക്ക് എന്തെങ്കിലും ഒരു വാതിൽ തുറക്കും, ഇല്ലെങ്കിൽ ഒരു കോള് വരും. ഒരു കോള് വരും, എന്താടാ നീ ചെയ്യുന്നത്? അത് ഞാൻ പറയാൻ പറ്റുമോ? ഞാൻ തൂങ്ങാൻ നിൽക്കുകയാണ്, നീ ഒന്ന് പുറത്തു വന്നേ, ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്. അവിടെ അവൻ്റെ ജീവിതം തന്നെ മാറുകയാണ്. ചിലപ്പോൾ അവനൊരു നല്ല കാര്യം പറയാനായിരിക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമുക്കൊരു പ്രത്യേക സമയം, ഒരു സന്ദർഭം വരും. എത്രയോ മക്കൾ ഞാനിപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് തുറന്നാൽ കാണാം, അവരൊക്കെ പോയി. അപ്പോൾ ഞാൻ ഓർക്കും, എന്തിനു വേണ്ടി? അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര പ്രാവശ്യം പോകും? ഓരോ ഇന്റർവ്യൂ കഴിയുമ്പോഴും എന്നെ ചിത്രവധം ചെയ്യുന്ന 100,000 ജനങ്ങളുടെ ഇടയിൽ പിറ്റേ ദിവസവും ചിരിച്ചുകൊണ്ട് വന്ന് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ടറിയോ? പറയേണ്ടവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് അവരെ ഒന്നും വായ മൂടിക്കെട്ടാൻ പറ്റില്ല. ഞാൻ എന്നിട്ട് ആ ഇത് കമന്റ്സ് എഴുതിയ ആൾക്കാരെ നോക്കും. 28 വയസ്സ്, 27 വയസ്സ്, ഞാൻ അഭിനയിക്കുന്നത് 40 കൊല്ലമായി. അപ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ സൈക്കിളിൽ പോയിട്ട് ഈ പടം കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർക്കും, ഇവരെപ്പോഴായിരിക്കും സൈക്കിളിൽ പോയിട്ടുണ്ടാകുക? 22 വയസ്സുള്ള ഒരുത്തൻ 40 വർഷം മുമ്പേ അഭിനയിച്ച സിനിമ തിയേറ്ററിൽ പോയി സൈക്കിളിൽ പോയി ചവിട്ടി കണ്ടു എന്ന് പറയുമ്പോ എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കണം. ഇത് കാണുമ്പോ ഇപ്പൊ എനിക്ക് കോമഡിയാ. ഇതൊക്കെ വായിച്ചിട്ടേ അപ്പൊ അങ്ങനെ നമ്മള് എത്ര ട്രാജഡികളെയും ചിരിച്ചുകൊണ്ട് മുന്നേറിയാലുണ്ടല്ലോ ജീവിതത്തിനൊരു ഭാവമേ ഉള്ളൂ, ചിരി. ഓക്കെ ചേച്ചി, ഇപ്പൊ ഇത് പറഞ്ഞപ്പോ ഞാൻ ഓർക്കായിരുന്നു, ചേച്ചി ഡിസ്കഷൻസിനും ഒക്കെ വന്നിരുന്ന് കറക്റ്റ് ആയിട്ട് ചേച്ചിക്ക് പറയാനുള്ളത്, ചേച്ചി എപ്പോഴും പേടിക്കാതെ സംസാരിക്കുന്ന ഒരാളാണല്ലോ. അതായത് നമ്മൾക്ക് പേടിക്കാതെ സംസാരിക്കുക എന്നുള്ളതും അത് കഴിഞ്ഞിട്ട് ഈ കമന്റ്സും ഈ പറഞ്ഞ ആൾക്കാരുടെ ഡീൽ ചെയ്യാന്നുള്ളതും ഒക്കെ ഒരു വലിയൊരു ടാസ്ക് അല്ലേ? അപ്പൊ ചേച്ചി എങ്ങനെയാ അത് ഡെയിലി ലൈഫിൽ, ഡേ ടു ഡേ ലൈഫിൽ? ഈ ഒരു ഇന്റർവ്യൂ ചെയ്യുമ്പോഴും ഇവിടെ ഇരിക്കുന്നവരൊക്കെ നല്ല മനസ്സോടുകൂടിയാണ് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ അടിയിൽ ആരെങ്കിലും വന്നൊരു മോശം കമന്റ് ഇടുമ്പോൾ ആ കമന്റിന്റെ ബാക്കി പത്രമായിട്ട് കുറെ കമന്റ്സ് വരും. അപ്പോഴും ഞാൻ അത് വായിച്ചിട്ട് ചിന്തിക്കാൻ തരാം, എത്രയോ വലിയൊരു ലെജൻഡ് ആയിട്ടുള്ള മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടന് പോലും ഇതിനേക്കാൾ എന്തെല്ലാം അദ്ദേഹം കേൾക്കുന്നു. മമ്മൂക്ക് കേൾക്കുന്നു, സകലരും കേൾക്കുന്നു. നന്മ ചെയ്തവരും തിന്മ ചെയ്തവരും. കാരണം ജോലിയും കൂലിയും ഇല്ലാത്തവർക്ക് മറ്റുള്ളവരെ ദ്രോഹിച്ച് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി, അവരതുകൊണ്ട് ജീവിക്കുന്നു. ജീവിച്ചോട്ടെ. പക്ഷെ എന്ന് വിചാരിച്ച് എനിക്ക് പറയാനുള്ളത് പറയാതിരിക്കാനോ? വിവാദങ്ങളുടെ ഭാഗമാണല്ലോ ചേച്ചി. അതെ, എന്നെ സംബന്ധിച്ച് ഞാൻ ഒരാളെയും ഭയപ്പെട്ടിട്ടില്ല. കാരണം ഞാൻ ഭയന്ന് ജീവിച്ചാലും ഞാൻ മരിക്കും, ഭയക്കാതെ ജീവിച്ചാലും ഞാൻ മരിക്കും. മരണം നമുക്ക് സ്ഥായിയായ ഭാവമാണ്.
അപ്പൊ പിന്നെ നമ്മൾ ഉള്ളത് തുറന്നു പറഞ്ഞ് ജീവിച്ചാ പോരെ. ആരെയോ പേടിക്കണ്ട. ഇപ്പൊ ഞാൻ പട്ടിണി കിടക്കുന്ന സമയത്ത്, എന്റെ ഭർത്താവ് മരിച്ച സമയത്ത്, എന്റെ മക്കൾക്ക് ഒരു നേരത്തെ ആഹാരമോ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റോ കൊണ്ടുവന്ന് തന്നിട്ടാണ് എന്നെ വിരൽ ചൂണ്ടുന്നതെങ്കിൽ ഞാനത് കേൾക്കാൻ തയ്യാറാ. അങ്ങനെയൊന്നും ഇല്ലാതെ വളരെ കഷ്ടപ്പെട്ട് എത്രയോ കല്ലും മണ്ണും ചുമന്ന് എൻ്റെ ഈ 2 മക്കളെ ഇത്രയും വലിയൊരു ജീവിതത്തിലോട്ട് കടത്തിവിട്ട എൻ്റെ അടുത്ത് വന്നിട്ട് അയ്യോ അയ്യോ എന്ന് പറയുമ്പോൾ നമുക്ക് ചിരിക്കാനേ പറ്റും. എൻ്റെ മക്കളും ചിരിക്കും, അത്രേ ഉള്ളൂ. ഞാൻ എന്താണെന്ന് എനിക്കാണ് ആദ്യം അറിയേണ്ടത്. നമ്മളൊരു കൂടയില് ഒരു ആടിനെയും കൊണ്ടുപോകുന്നു. പെട്ടെന്ന് ഒരാൾ പറയണോ ഈ പട്ടിയെ എന്താ നിങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അത് ആട് തന്നെയാണെന്ന് പറയും. രണ്ടാമതൊരാൾ വരുമ്പോൾ ഇതെന്തിനാ ചേച്ചി പട്ടിയെ കൊണ്ടു പോകുന്നത്? അപ്പോ നമ്മളൊന്ന് ചിന്തിക്കും, അല്ല. മൂന്നാമത്, നാലാമത്, അഞ്ചാമത് ചോദിക്കുമ്പോൾ നമുക്ക് നമ്മളിൽ തന്നെ ഒരു സംശയം വരും. ദൈവമേ, ഇത് പട്ടി തന്നെയാണോ? നമ്മളത് വലിച്ചെറിഞ്ഞിട്ട് പോകും. പക്ഷെ അവിടെയാണ് ഞാൻ എടുത്തത് ആട് തന്നെയാണ്. ഇനി ലോകം മുഴുവനും അത് പട്ടിയാന്ന് പറഞ്ഞാലും എന്നിലുള്ള വിശ്വാസം അത് ആട് തന്നെയാണെന്ന് പറഞ്ഞാൽ ഞാനത് ചുമന്നുകൊണ്ട് പോവും. എൻ്റെ വീട്ടിൽ പോവും, ഞാൻ അതിനെ വളർത്തും, കുട്ടികളുണ്ടാവും, നമ്മളത് പെറ്റുപെരുകയും ഞാൻ സമ്പന്നയാവും. ഇല്ലെങ്കിലോ അതിനെ കളഞ്ഞിട്ട് ആരാതും കൊണ്ടുപോകും. ഇതാണ് ലോകത്ത് നടക്കുന്നത്. കാരണം എല്ലാവരും ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അങ്ങനെയായി മാറും. എന്തിനാണ് ഒരു നല്ല വ്യക്തിയെ ഇല്ലെങ്കിൽ ഒരു നല്ല ഒരു ഹ്യൂമനെ നിങ്ങൾ ചീത്തയാക്കുന്നതെന്ന് എനിക്ക് ഈ സമൂഹത്തോട് തന്നെ ചോദിക്കാനുണ്ട്. കാരണം ഈ ഓരോ ആൾക്കാരെയും ചീത്ത വിളിക്കുമ്പോൾ ഇവർ പരസ്പരം ഒരിക്കൽ പോലും കണ്ടവരായിരിക്കത്തില്ല. ഏതോ അച്ഛനമ്മയും പ്രസവിച്ച് എവിടെയോ ജീവിക്കുന്നവർ, എവിടെയോ ജീവിച്ച് എവിടെയോ ജീവിക്കുന്നവർ. പക്ഷെ എന്തുകൊണ്ട് ഇവരിങ്ങനെ ഇത്ര നികൃഷ്ടമായ ഭാഷയിൽ അവരെ ചിത്രവധം ചെയ്യുന്നു എന്ന് എനിക്കും അറിയില്ല. അതാണ് ലോകമെന്ന്, കലികാലം എന്ന് പറഞ്ഞ് സമാധാനിക്കുക. ഓക്കെ, ചേച്ചി മക്കളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്കിങ്ങനെ എടുത്തു പറയേണ്ട കാര്യം. ചേച്ചിയുടെ മകൻ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഭയങ്കര ഹാർട്ട് ത്രോവ് ആയിരുന്ന ഓട്ടോഗ്രാഫ് സീരിയലിലെ ജെയിംസ് ആണ്. ജെയിംസ് ഇപ്പൊ എന്തെടുക്കുന്നു ചേച്ചി? ജെയിംസിനെ പിന്നെ നമ്മൾ അധികം പിന്നെ ഇൻഡസ്ട്രിയിൽ കണ്ടിട്ടും ഇല്ലല്ലോ. ഒരു 38ഓളം സീരിയൽ ചെയ്തിട്ടുണ്ട്, വില്ലനും ഹീറോ ഒക്കെ ആയിട്ട്. പിന്നീട് ഞാനൊരു അതായത് എന്റെ കുലദൈവത്തെ ഞാൻ കുമ്പിട്ടാൽ, എന്റെ വസ്ത്രധാരണം മാറിയാൽ അതിന് പഴി ചേരപ്പെട്ടത് എന്റെ പിന്നെ സിനിമ പോയി, എന്റെ മകന്റെ സീരിയൽ പോയി, സിനിമ പോയി, നമ്മളെ ഒന്ന് ഒതുക്കി. അതെന്തായിരുന്നു ചേച്ചി? അതങ്ങനെയാണ്. നമ്മള് സത്യം തുറന്നു പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് മാറ്റപ്പെടുമല്ലോ. അങ്ങനെ എന്റെ കുഞ്ഞന്റെയും അവന്റെ മുഖത്ത്, അതായത് അവൻ അഭിനയിക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് എന്റെ ഭാര്യ എന്നെന്തോ പറഞ്ഞിട്ട് അവനൊരു ഫ്ലവേഴ്സിലൊരു നല്ല നായകനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ അവന് കോള് വരുന്നു, വരണ്ട, രഞ്ജിത്തിനെ മാറ്റി. ഞാൻ അവന്റെ മുഖത്ത് നോക്കിയപ്പോൾ ആ കുട്ടിയുടെ മുഖം കാണണമായിരുന്നു. ഞാൻ പെട്ടെന്ന് ചോദിച്ചു, എന്നിലെ അമ്മയാണ് ഉണർന്നത്, എന്താടാന്ന് ചോദിച്ചു. ഈസി ആയിട്ട്, അല്ല അമ്മയെ പോണ്ട പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, പോണ്ട, വണ്ടി ഇറക്ക്, വാ നമുക്ക് കന്യാകുമാരിക്ക് വിടാം. മനസ്സിലായോ? കാരണം എൻ്റെ മകന്റെ സമനില പിടിച്ചു നിർത്തിയേ പറ്റൂ. ഞാൻ സാധാരണ ഒരു ജോലി നഷ്ടപ്പെടുന്നത് പോലെയല്ല, വെള്ളിത്തിലയിൽ വെട്ടി വിളങ്ങി നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ പോലെ തിളങ്ങി നിൽക്കുന്ന ഒരു മകനെ അടിവേരോട് പറിച്ചെറിയുമ്പോൾ അവന്റെ മനസ്സിന്റെ വേദന കാണണം നമ്മൾ. ഞാൻ അവനോട് പറഞ്ഞു, വാ വെട്ടിയെടുത്ത് മാറ്റി പോയി, നമുക്ക് ഇറങ്ങിയിട്ട് വരുമെന്നു. പിന്നീട് അവൻ മതിയാക്കി, അവനും മടുത്തു. അങ്ങനെ അവൻ അയർലൻഡിലോട്ട്, അവൻ്റെ കുഞ്ഞും ഭാര്യ നേരത്തെ പോയതാണ്, അവരങ്ങോട്ട് പോയി. അവിടെ പോയി ക്രിക്കറ്റ് അത് ഇത് എന്നൊക്കെ പറഞ്ഞു അവൻ സന്തോഷവാനായിട്ടിരിക്കുന്നു. അവൻ്റെ ഡ്യൂട്ടി ഉണ്ട്, അവൻ്റെ വീട് വരും, പിന്നെ ബാക്കിയുള്ള സമയം കംപ്ലീറ്റ് ക്രിക്കറ്റ്. അവരൊരു അസല് പ്ലെയറാണ്. അവിടെ പോയി മാൻ ഓഫ് ദ മാച്ചാണ്. അതും അവിടുത്തെ വലിയ ആൾക്കാരുടെ കൂടെ ഒക്കെ. അത് നമുക്ക് സന്തോഷമാണ്. എൻ്റെ കുട്ടി ഇവിടെ അവനെ വെട്ടി മാറ്റിയവർ, ഒരു ക്രിക്കറ്റ് ടീമിൽ പോലും അവനെ ഇത് ചെയ്തവർ, ആ ഒരു നാട്ടിൽ പോയി അവനൊരു ക്രിക്കറ്റിൽ അച്ചീവ് ചെയ്ത് അതിന്റെ മെഡലുമായിട്ട് നിൽക്കുമ്പോൾ ഉള്ള ആ ഒരു ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ഇതിൽ പരം സന്തോഷം ഒരു അമ്മ എന്നുള്ള നിലയിൽ എനിക്ക് വേറെ ഒന്നുമില്ല. അതാണ് സന്തോഷം. നമ്മള് ഇത്രയും സംസാരിച്ചതിൽ നിന്ന് ചേച്ചി വളരെ പോസിറ്റീവായിട്ടാണ് എല്ലാ കാര്യങ്ങളെയും അഡ്രസ് ചെയ്യുന്ന, എല്ലാ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതും. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഒരു ലവബിൾ ഫാക്ടർ എന്താ? എൻ്റെ ജീവിതം, ഞാൻ, എല്ലാ മനുഷ്യരും നമ്മളെ തന്നെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. നമ്മൾ ചുമ്മാ പറയാണ് അവരെ സ്നേഹിക്കുന്നു, ഇവരെ സ്നേഹിക്കുന്നു, എനിക്ക് അവരെ ഇഷ്ടമാണ്, ഇവരെ ഇഷ്ടമാണ്. അതിനോട് ഒരിക്കലും ഞാൻ യോജിക്കില്ല. പൊട്ടത്തെറ്റാത്.
നമ്മൾ ആദ്യം സ്നേഹിക്കുന്നത് ഒന്നും വേണ്ട, ഒരു ദിവസം നമ്മൾ എത്ര പ്രാവശ്യം കണ്ണാടിയിൽ നോക്കും? ഇരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഫോൺ എന്തുകൊണ്ടാ? നമുക്ക് നമ്മളെ ഇഷ്ടമാണ്, അതാണ് നമ്മൾ നോക്കുന്ന നമ്മുടെ പ്രതിച്ഛായ. ആ പ്രതിച്ഛായ തന്നെ ഉണ്ട്, നമുക്ക് നമ്മളെയാണ് ഇഷ്ടം. എന്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ ഞാൻ അത് തന്നെ ഫോളോ ചെയ്യുന്നത്. എത്ര പേര് എന്നെ ഉപദേശിക്കുന്നുണ്ടാവും, ഉഷേശി നിങ്ങൾ അത്ര ശബ്ദം എടുത്ത് പറയല്ലേ, ഉഷേശി നിങ്ങൾ ഒരു ലേശം. പക്ഷെ എന്തുകൊണ്ട് ഞാൻ മാറുന്നില്ല? എനിക്ക് എന്നെ ഇഷ്ടമാണ്, ഞാൻ പറയുന്നത് ശരിയാണെന്ന് എൻ്റെ മനസാക്ഷി പറയുന്നിടത്തോളം കാലം എനിക്ക് എന്നെ ബഹുമാനമാണ്, എന്നെ ഇഷ്ടമാണ്, അത് തന്നെയാണ് എൻ്റെ ഇഷ്ടവും. ഞാൻ എന്നെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അതുപോലെ ചേച്ചിക്ക് ചേച്ചിയുടെ ക്യാരക്ടറിൽ ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടോ? എൻ്റെ ദേഷ്യം. ഓക്കെ. പെട്ടെന്ന് പൊട്ടിത്തെറിക്കും ഞാൻ. അത് ഞാനല്ല, ഞാൻ കുമ്പിടുന്ന എന്നിൽ വസിക്കുന്ന ആൾക്കാരാ. അതെങ്ങനെയാന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എല്ലാവരും പറയാം അവർക്ക് ഭ്രാന്ത ഇല്ലെങ്കിൽ വട്ടാന്നൊക്കെ. അല്ല, ഒരു നോർമലായ ഞാൻ വേറെ. പക്ഷെ എന്നെ നിരന്തരമായി ഇൻസൾട്ട് ചെയ്യുമ്പോൾ ഞാൻ ചിരിച്ചു മാറിപ്പോകുമെന്ന് വിചാരിക്കാം. പക്ഷെ എന്നിലെ ആ ശക്തി പെട്ടെന്ന് പ്രകോപിതയാവും. നമ്മളെല്ലാം ദൈവത്തെ ഭജിക്കുമ്പോൾ ആ ദൈവത്തിന് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മളെ നിരന്തരം ഒരാൾ ഉപദ്രവിക്കുന്നെങ്കിൽ അവരവിടെ നമ്മൾ അന്നേരം എൻ്റെ ശബ്ദമൊക്കെ മാറും, തൊണ്ടയിലൊരു പിടുത്തമുള്ളത് പോലെ. പക്ഷെ ഭയങ്കര ബീഭത്സമായിരിക്കും. അതെനിക്ക് നിയന്ത്രിക്കാനോ പറ്റിയിട്ടില്ല. എൻ്റെ അടുത്ത് എത്രയോ വലിയ പണ്ഡിതന്മാർ, എൻ്റെ ഗുരുക്കന്മാർ, എൻ്റെ ഹിമാലയത്തിലും അവിടെ ഇവിടെയും കണ്ടിരിക്കുന്ന സന്യാസി സമൂഹം എല്ലാം പറഞ്ഞിട്ടുണ്ട്, മുൻകോപിയ അല്ലേ, ഒന്ന് ശാന്തമായിക്കൂടെ? ഞാനല്ല സ്വാമി, അറിയാം, എന്നാലും പറയട്ടെ, നിലനിൽപ്പിന് അത് വളരെ അത്യാവശ്യമാണ്. പക്ഷെ എനിക്ക് പറ്റിയിട്ടില്ല. അതെന്നിലൊരു നെഗറ്റീവ് പോയിന്റ് തന്നെ. യാത്രകൾ ഒരുപാട് ചെയ്യാറുണ്ടോ ചേച്ചി? തീർച്ചയായും. ഓക്കെ. അടുത്തിടെയൊക്കെ പോയതൊക്കെ എവിടെയൊക്കെയാണ്? തീർത്ഥാടനമാണോ അതോ എന്ത് തരത്തിലുള്ള യാത്രകളാണ് ചേച്ചി പ്രിഫർ ചെയ്യുക എപ്പോഴും? എൻ്റെ രണ്ടാമത്തെ ഹസ്ബൻഡ് എൻ്റെ 30ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്. അദ്ദേഹം ഒരു മർച്ചന്റ് നേവി ചീഫ് എഞ്ചിനീയർ. അദ്ദേഹത്തിന്റെ കൂടെ ലോകം മുഴുവനും സഞ്ചരിച്ച ഒരാളാണ്. ഷിപ്പില് സുയസ് കനാലും പനാമ കനാലിലേക്കൂടെ യാത്ര ചെയ്ത് ഭൂമിയെ വലം വെച്ച് വന്നു. 19 കൺട്രികളിൽ പോയി. 6 ഭൂഖണ്ഡങ്ങളിലും കാലെടുത്ത് വെക്കാൻ പറ്റി. അതിൽ പരം ഒരു ഭാഗ്യം വേറെ ഒന്നില്ല. മറ്റത് സന്തോഷമാണ് ചോദിച്ചത്. എന്നിലെ സന്തോഷം, ഞാൻ സ്നേഹിക്കുന്നത് എന്നെ തന്നെ. ഭാഗ്യം, ഒരു സാധാരണയിലും സാധാരണ സ്ത്രീയായി ജനിച്ച എനിക്ക് ഈ ഭൂമിയെ ചുറ്റി വരാൻ എനിക്ക് ദൈവം സാധിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ ഭാഗ്യം മാത്രമാണ്. പിന്നെ ഇന്ത്യയില് ഏകദേശം എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട്. എന്താണ് ഓക്കെ. നമ്മൾ നേരത്തെ ഓർണമെന്റ്സ് പറഞ്ഞപ്പോഴേ ആ മാല എന്താ ചേച്ചി അത്? ഇതോ? ഇത് 100% ക്രിസ്റ്റൽ അല്ല, എന്നാലും ക്രിസ്റ്റലിന്റെ ഒരു വകഭേദമാണ്. ഇതെന്റെ ഗുരുനാഥ. എനിക്ക് കുറെ ഗുരുക്കന്മാരും ഗുരു പത്നികളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു രചന ഠാക്കൂർ എന്ന് പറഞ്ഞിട്ടൊരു നടിയുണ്ട്, അവർ നാഷണൽ അവാർഡ് വിന്നറൊക്കെ ആണെന്നാണ് എനിക്ക് സംശയം. ഞങ്ങളൊക്കെ 10-20 വർഷം മുമ്പേ ഇങ്ങനെ നടന്നിരുന്ന വേൾഡ് സ്പിരിച്വൽ മീറ്റിൽ അവിടെ ഇവിടെയൊക്കെ. അപ്പൊ എത്ര വർഷമായി ഞാൻ എന്നുള്ളത് ചിന്തിച്ചോളൂ. അവരെ ഈ കുംഭസ്നാനത്തിന് കണ്ടപ്പോൾ അവരെന്നോട് പറഞ്ഞു, മാജി ജൽദി ആ മേരെ സത്ത്. അവരെ സെക്ടർ 6 ഉണ്ടായിരുന്നു, അവിടെയായിരുന്നു അഘോരികളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയപ്പം ആ അമ്മ എനിക്ക് സമ്മാനിച്ചതാണ്. കയ്യിൽ കിടക്കുന്ന ഇതൊക്കെ ഞാൻ സ്വർണ്ണം ഇടാറില്ല. 2012 സ്വർണങ്ങളൊക്കെ അവസാന കമ്മലും ദാനം ചെയ്തതിന് ശേഷം സ്വർണം ഉപയോഗിച്ചിട്ടില്ല. ആര് ചോദിച്ചാലും സ്വർണങ്ങളൊക്കെ കൊടുക്കും എന്തായാലും. കാരണം ഞാനൊന്നും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല എന്നും ഞാനൊന്നും കൊണ്ടുപോവില്ല എന്നും വളരെ ബോധ്യമുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞാലോ, ഇല്ലെങ്കിൽ ഒരാൾക്ക് ഇന്നത്തെ പോലത്തെ അല്ലല്ലോ അന്നത്തെ ചാരിറ്റി. അന്ന് നമ്മളത് തന്നെയാണ് എടുത്തു കൊടുക്കുന്നത്. ഇന്ന് ആരടുത്തു നിന്നൊക്കെയോ കളക്ട് ചെയ്ത് കൊടുക്കുന്നവർ വലിയ പണ്ഡിതരും സ്വയം അന്ന് കൊടുത്തിരുന്ന നമ്മളൊക്കെ ഒന്നും അല്ലാത്തവരുമാണ്. പക്ഷെ എത്രയോ പേരെ ഞാൻ ഇതുപോലെ ജീവിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ എല്ലാം കൊടുത്തു തീർത്തു. എനിക്കൊന്നും വേണ്ട എന്നുള്ള തീരുമാനിച്ചു. പിന്നെ വെള്ളി ആഭരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ വെള്ളി എങ്ങനെ ഒരിത് കണ്ടാലും ഞാനത് വാങ്ങി ഇതുപോലെ ഇടും.
ഇതാണ് വെള്ളി. ഉണ്ടോ? അതൊക്കെ നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ്. കൊറേ ഉണ്ട് കേട്ടോ, ക്ലോസ് ഷോട്ടിൽ എത്ര കാണാൻ പറ്റുന്ന തരത്തിലുള്ള നിറച്ചുണ്ട് കയ്യില്. ഓക്കെ, എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് അല്ലേ? എല്ലാം സെപ്പറേറ്റ് ആണ്. ആണ്. 1 2 നമ്മള് 3 4 7 ഏഴെണ്ണം. ഓക്കെ, നമ്മള് നേരത്തെ പറഞ്ഞിരുന്നല്ലോ കമന്റ്സ് ഇടുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ചേച്ചി ഇൻഡസ്ട്രിയിൽ വന്ന സമയത്തെ ഇൻഡസ്ട്രി അല്ല ഇപ്പൊ, അതായത് പോകുമ്പോ തന്നെ ഇപ്പൊ ക്യാമറയും കൊണ്ട് വരും, ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്യും, സംസാരിക്കാൻ വരും. അപ്പൊ ചേച്ചിക്ക് ഈ ഒരു ഷിഫ്റ്റ് എങ്ങനെ തോന്നും ചേച്ചിക്ക് പുറത്തിറങ്ങി കഴിയുമ്പോൾ? സത്യം പറഞ്ഞാൽ ഞാൻ അമ്മ അസോസിയേഷനിൽ ലാസ്റ്റ് പോയത് തലയില് മുക്കാടൊക്കെ ഇട്ടിട്ടാണ്. അതായത് ഒരിക്കലും അങ്ങനെ ഒരു വെസ്റ്റേൺ ഡ്രസ്സിൽ പോവാത്ത ഞാൻ ആ ലാസ്റ്റ് അമ്മ അസോസിയേഷനിൽ വോട്ട് ചെയ്യാൻ വെസ്റ്റേൺ ഡ്രസ്സിൽ പോയി തലയൊക്കെ മൂടി തൊപ്പിയൊക്കെ വെച്ചിട്ടാ പോയത്. എന്തിനാ? ഇവരിതിങ്ങനെ പിടിച്ചിട്ട് ഇതറിയോ, എന്താണ് അറിയാനുള്ളത്? ഇന്ന് ഇവിടെയുള്ള പെൺകുട്ടികൾ ഉടുക്കുന്ന ഡ്രസ്സുകൾ കണ്ടാൽ തന്നെ അങ്ങനെയുള്ള കാലത്ത് പണ്ടെങ്ങാണ്ട് നമ്മൾ അഭിനയിച്ച സിനിമയിലുള്ള കുറേ ഭാഗങ്ങളൊക്കെ വെട്ടിയെടുത്തിട്ട് ഇവരിതല്ലേ എന്ന് പറയുമ്പോൾ അതിനെന്ത് അർത്ഥമുള്ളത്? നമ്മൾ അഭിനയിക്കുകയാണ്. അന്ന് നമ്മുടെ കാലത്തിൽ 1987 88 കാലത്തിലൊക്കെ അഭിനയിച്ച എല്ലാ നടീനടന്മാരും അഭിനയിക്കുന്ന പോലെ തന്നെയൊക്കെ നമ്മളും അഭിനയിച്ചിട്ടുള്ളൂ. പിന്നെ എത്ര 3 മണിക്കോ 2 മണിക്കോ ഒക്കെ പടം ഇടുന്നു എന്ന് പറഞ്ഞാൽ അതൊന്നും നമ്മളല്ല. അത് കാണാനും ഈ കേൾക്കാനും ഇവിടെയുള്ള ആളുകൾക്ക് മനസ്സിലാവില്ലേ? നമ്മുടെ മുഖം കാണിക്കും, ബാക്കിയെല്ലാം ഈ ഫോറിനേഴ്സിന്റെ ഇവരെയൊക്കെ എന്തൊക്കെയോ വെട്ടിയെടുത്തിട്ടാണ് ഈ നൂൺ ഷോകൾ കാണിച്ചിരുന്നത്. അതുപോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കൂട്ടം ജനതയാണ് നമുക്ക് ചുറ്റുമുള്ളത്. അന്ന് ആ ഒരു പ്രശ്നത്തിന്റെ ഭാഗമായി പോയിരുന്നല്ലോ ചേച്ചി. അതെ. അപ്പൊ എനിക്ക് അതിൽ സങ്കടമൊന്നുമില്ല. അയ്യേ, കാരണം ഞാൻ ഒറ്റയ്ക്ക് മാർക്കറ്റിൽ പോകുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് പച്ചക്കറി വാങ്ങാൻ പോകുന്നുണ്ട്. ഞാൻ ഈ നിങ്ങളിൽ ഒരാളായിട്ട് ഞാൻ ജീവിക്കുമ്പോൾ ഒരാൾ പോലും എന്നെ ശൂശൂന്നോ അയ്യോന്നില്ല. അവർക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ വരുമ്പോൾ. ചേച്ചി ഇല്ലെങ്കിൽ അമ്മ എന്നുള്ള വിളിയാണ് അവരിൽ നിന്ന് കേൾക്കുന്നത്. പക്ഷെ ഒരു പറ്റം ആളുകൾ അവരെന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇന്നും ഇന്നലെയല്ല, വർഷങ്ങളായിട്ട് അത് നടന്നു പോകുന്നുണ്ട്. ഒരേപോലെയുള്ള ഒരു കമൻസ് ആയിരിക്കും അതിൽ വരിക. അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരേ കമൻസ്, അതൊരു 10-50 പേര് ഒന്നിച്ചിരുന്നിടും. അതൊരു കോള് പോവും, ദേ അവളുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്, താഴെ ടക്കെന്ന് വരും 50 പേര് ഒരേപോലെ. അത് കഴിഞ്ഞാൽ അയ്യോ ചേച്ചി, നല്ല ആൾക്കാർ, എന്നെ അറിയുന്നവർ അല്ലാത്തവർ വന്ന് ആ പറഞ്ഞിരിക്കുന്നതിന് ഇപ്പൊ നമ്മളൊരു ഇന്റർവ്യൂ നടത്തുമ്പോൾ ആ ഇന്റർവ്യൂവിനെ പറ്റിയിട്ടുള്ള കറക്റ്റായ കണ്ടന്റ് താഴെ എഴുതിയിടും. അവരെല്ലാം ശരിക്കും അത് കണ്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കി പറയുന്നവരാ. മറ്റതങ്ങനെയല്ല. ഒരാളെ മുഖം കാണുമ്പോഴത്തേക്കും അവിടെ ഒരു കമന്റ് ഇട്ടിട്ട് പോകും. വെറുതെ പോകുമ്പോൾ ഒന്ന് വലിച്ചെറിഞ്ഞിട്ടിട്ട് പോകാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. ചേച്ചി ഇപ്പൊ ഈ പറഞ്ഞ ഇൻസിഡന്റ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു വിവാദമായിരുന്നല്ലോ. ചേച്ചി ആ സമയത്ത് എങ്ങനെയാ അത്? നമ്മള് പുറത്തിറങ്ങണം, ആൾക്കാരെ ഫേസ് ചെയ്യണം, ജീവിക്കണം, ഒറ്റയ്ക്കാണ്. അപ്പൊ എങ്ങനെയാ ചേച്ചി അതിനെ ഓവർകം ചെയ്യുന്നത്? എനിക്ക് യാതൊരു ഇതുമില്ല, ഭയം എന്ന വികാരമേ ഇല്ല. ഒരു അടക്കമരം, അടക്ക എന്ന് പറഞ്ഞ പാക്കുണ്ടല്ലോ, ആ പാക്ക് കൃഷി ചെയ്യുന്ന ഒരു കൃഷി സ്ഥലത്തെ കൂടെ നമ്മൾ പോകുമ്പോൾ ഒരു പാക്കെടുത്ത് ചുരുട്ടി നമ്മളെ മടിയിൽ വെച്ചാൽ നമ്മൾ അപ്പപ്പ തപ്പി നോക്കും, ആരെങ്കിലും കാണുന്നുണ്ടോ? ഒരു ഭയം ഉണ്ടാവും. കാരണം ഞാനത് എടുത്തു. ആ ഒരു എടുക്കാതെ അതിൻ്റെ ഉള്ളിലേക്കൂടെ നടന്നു പോകുന്ന എനിക്ക് ഭയമില്ല. കാരണം ഞാൻ ഒന്നും എടുത്തില്ല. അങ്ങനെയുള്ള എൻ്റെ അടുത്ത് അയ്യോ ഇവരെന്ത് പറയാൻ, എനിക്ക് ഭയമേ ഇല്ല. എന്തോ പറഞ്ഞോട്ടെ, അതവർ, ഇത് ഞാൻ. മനസ്സിലായോ? ഒരു 10 കുടത്തിന്റെ വായ മൂടിക്കെട്ടാം, 1000 കുടത്തിന്റെ വായ മൂടിക്കെട്ടാം. 10 മനുഷ്യരെ പോയിട്ട് ഒരാളെ വാ മൂടിക്കെട്ടാൻ നമുക്ക് പറ്റുമോ? പറ്റത്തില്ല. അത്രേ ഉള്ളൂ. എത്രയോ പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നറിയോ? എനിക്കറിയാം. ഇവരിങ്ങനെ കടന്നാക്രമിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാതെ എത്രയോ മനുഷ്യർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്കതൊരു നിസ്സാരമാണ്. അവരെറിഞ്ഞ വെറും ഒരു കല്ല് പോയി പതിച്ചത് ചിലപ്പോൾ ആ ഹൃദയത്തിലായിരിക്കും. അത് താങ്ങാൻ പറ്റാതെ, സ്വന്തം സഹോദരങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റാതെ, സ്വന്തം അച്ഛനമ്മമാരെ ഫേസ് ചെയ്യാൻ പറ്റാതെ എത്രയോ മക്കളുകൾ ഇവിടെ ആത്മഹത്യ ചെയ്തു പോയി. പക്ഷെ ഇവർ മനസ്സിലാക്കുന്നില്ല, ഇവർ കാരണമാണ് അവർ പോയി ആത്മഹത്യ ചെയ്തത്. ഇതിനൊക്കെ ഒരു തിരിച്ചടിയാണ് മുജ്ജന്മ പാവം, മുജ്ജന്മ കർമ്മം. നമ്മൾ പറയില്ലേ, നമ്മൾ ഈ ജന്മത്തൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ദുരിതങ്ങൾ? നിങ്ങൾ ഒരു നിസ്സഹായനെ
അവന് പ്രതികരിക്കാൻ പോലും പറ്റാത്തൊരു നിസ്സഹായ അവസ്ഥയിലിരിക്കുന്ന ജീവനുകളെ നിങ്ങൾ കടന്നാക്രമിച്ചിട്ടുണ്ടോ 7 തലമുറ ആ പാപം നിങ്ങൾക്ക് വന്നു ചേരുമെന്നാണ്. അതാണ് ഈ കർമ്മ എന്ന് പറയുന്നത്. സോ ചേച്ചി, അപ്പൊ നമുക്ക് ആത്മയുടെ കാര്യത്തിലേക്ക് എത്താം. ആത്മയുടെ അവാർഡും എന്റർടൈൻമെന്റ് പ്രോഗ്രാംസും ഒക്കെയാണ്. എല്ലാം കാണുക, സന്തോഷിക്കുക, അവരിലൊരാളാകുക. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖം മനുഷ്യന്റെ സ്ഥായിയായ ഭാവമാണ്. നമ്മളെല്ലാവരും പറയല്ലേ, നമുക്കെല്ലാം ഒരു മനുഷ്യന്റെ സ്ഥായിയായ ഭാവം ദുഃഖമാണ്. അല്ല, കുറച്ച് സമയം നമ്മൾ സന്തോഷിക്കുന്നു, എങ്കിലും നമ്മൾ സന്തോഷം ആക്കാൻ അഭിനയിക്കുന്നു. അതെ, അഭിനയിക്കുന്നു. ആ അഭിനയത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഇതെല്ലാം കണ്ട് നമ്മളിങ്ങനെ ചിരിച്ചിരിക്കുക. എന്തറിയോ, നമ്മൾ പബ്ലിക് ഫിഗർ ആണ്. നമ്മൾ എപ്പോഴും ചിരിച്ചിരിക്കുന്നത് കാണാനാണ് ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ നമുക്കും. അപ്പൊ ആ സന്തോഷം ഉള്ളിടത്തേക്ക് കൂടുതൽ സമയം നമ്മൾ പോയിരിക്കും. അപ്പൊ ഇവിടെ ഇത്രയും പേരുടെ കൂട്ടായ്മയിൽ ഇത്രയും വലിയൊരു സന്തോഷം നടക്കുമ്പോൾ നമ്മളെ മക്കളായിട്ട് അഭിനയിച്ചവർ, നമ്മുടെ ഭർത്താവായിട്ട് അഭിനയിച്ചവർ, നമ്മുടെ കാമുകനായിട്ട് അഭിനയിച്ചവർ, എല്ലാവരുടെ ഒരു സംഗമമാണ്. അപ്പൊ അവിടെ ഇരുന്നിട്ട് അവര് കാണിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ നമ്മളും കണ്ടും കേട്ടും കുശലം പറഞ്ഞും ഇത്തിരി ആഹാരമൊക്കെ കഴിച്ച് ഒരു ദിവസം അങ്ങോട്ട് കളഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ നമ്മളെ വീട്ടിൽ പോകുന്നു. വയസ്സാകുമ്പോൾ, പ്രായമാകുമ്പോൾ നമ്മൾ ഇതെല്ലാം അയവിറക്കും. നമുക്ക് വേറെ ഒന്നുമില്ല ആ സമയത്ത്. ചിന്തകൾക്ക് മാത്രമേ മരണം സംഭവിക്കാതിരിക്കുള്ളൂ. കൈകാലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റാതെ ഒക്കെ വരുമെങ്കിലും നമ്മുടെ ചിന്തകൾ അവിടെ കിടക്കും, നല്ല ഓർമ്മകൾ കിടക്കും. ആ ഓർമ്മകളിൽ ഇന്നത്തെ ഓർമ്മയും കൂടെ ചേർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ചേച്ചി. എനിക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിട്ട് തോന്നി. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഓഡിയൻസിനും അത് ഇതേപോലെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചേച്ചി, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us and all the very best. Thank you very much. വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert.